ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നാം പ്രാർത്ഥനയ്ക്കായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞതുപോലെ വേഗം വരും, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള കർത്താവിൻ്റെ ആ വിലയേറിയ ആ വാഗ്ദത്തം നിറവേറുവാൻ സമയം അടുത്തിരിക്കുകയാണ്. കർത്താവ് വരുന്നത് വരെ വിശ്വാസികളെ ലോകത്തിൽ അവൻ്റെ സന്നിധിയിൽ കൂടി വന്ന് അവനെ ധ്യാനിക്കുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും കർത്താവിനെ ആരാധിക്കുന്നതിനും ഒക്കെ ആയിട്ട് പല വിധത്തിലുള്ള കൂടിവരവുകൾ ലോകത്തിലുണ്ട്. വിശ്വാസികൾ കൂടി വന്നാണ് കർത്താവിനെ ആ നിലയിൽ ഓർക്കുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പുതിയ നിയമത്തിൽ എന്തിനായിട്ടൊക്കെ നാം ഒന്നിച്ച് കൂടി വരണം എന്ന് ചില കൂടിവരവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു കൂടിവരവാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരിക എന്നുള്ളത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൗലിക ഉപദേശങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥനയ്ക്ക് കൂടി വരിക എന്നുള്ളത്. നാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആ വാക്യം നമുക്ക് ആധാരമായിട്ട് ഇന്ന് എടുക്കാം. അതിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സൃഷ്ടാവും നമ്മുടെ കർത്താവുമായ ദൈവത്തോട് നാം സംസർഗം പുലർത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ദൈവവുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്തിരിക്കുവാനും അവനോട് സംസാരിക്കുവാനും അവൻ നമ്മോട് ഇടപെടുവാനും പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമെന്ന് പറയുന്നത് അവസരമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനാ സമയത്താണ് യഥാർത്ഥത്തിൽ നാം കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ വരുന്നത്, അവനോട് നേരിട്ട് സംസാരിക്കുന്നത്. അവനുമായിട്ട് ഉള്ള ഏറ്റവും അടുത്ത സംസർഗമാണ് പ്രാർത്ഥന എന്ന കാര്യം. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്ഥലത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അതിന് സ്ഥലകാല വ്യതിയാനമോ അല്ലെങ്കിൽ സാംസ്കാരികമായ എന്തെങ്കിലും പരിവർത്തനത്തിനോ അത് മൂലമോ അത് കാലഹരണപ്പെട്ട ഒന്ന് ആയിട്ട് ഇരിക്കുന്നില്ല. അത് പ്രാർത്ഥന നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എങ്ങനെ ആവശ്യമായിരിക്കുന്നവോ നമ്മുടെ പ്രാണന് വായു ഓക്സിജൻ എത്രത്തോളം അത്യാവശ്യമായിരിക്കുന്നവോ ഇതുപോലെ നമ്മുടെ ആത്മാവിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ദൈവഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളതായിട്ട് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ആ ദൈവം അപ്പോൾ അവർക്ക് ചില അരുളപ്പാടുകൾ നൽകിയിരുന്നതായിട്ടും കാണുന്നുണ്ട്. പഴയ നിയമത്തിലാണത് കൂടുതലും കാണാൻ കഴിയുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ച് നാം യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം അനേക കാര്യങ്ങൾ ഹാനോക്കിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരും ദൈവവുമായിട്ട് അടുക്കുകയും ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുകയും ചെയ്തതായിട്ട് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതാണ്ട് 60-ൽ അധികം പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ തന്നെ സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും.
അതിന് യഹൂദന്മാർ അതിന് തെഹില്ലാഹ് എന്നാണ് പറയുന്ന പ്രാർത്ഥനാ സങ്കീർത്തനത്തിന്. ദൈവത്തോടുള്ള അവരുടെ അപേക്ഷകളാണ്. അതിനാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആ പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ അവർ കാണാതെ തന്നെ പഠിച്ചിരുന്നു എന്നാണ് നാം അറിയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഉള്ള ആ ദൈവവുമായിട്ടുള്ള സംസർഗത്താൽ മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവം സ്പർശിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് തന്നെ ഇഹലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അതിന് മുമ്പ് തന്നെ അതിൻ്റെ മുമ്പുള്ളതായിരിക്കുന്ന ചരിത്രം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലെ ആ 3.5 വർഷത്തെ ചരിത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ കർത്താവ് പ്രാർത്ഥനയിൽ പിതാവിനോട് സംസർഗം പുലർത്തിപ്പോന്നിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അനേക പ്രാവശ്യം അവൻ വിജനമായിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥന കഴിച്ചു പോന്നിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇവിടെ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം വായിച്ചത് ആ പ്രാർത്ഥന അത് സഭ ഒന്നിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമസഭ ചില കാര്യങ്ങൾക്കായിട്ട് ഒന്നിച്ച് കൂടി വരണം എന്ന് തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അവർ ദൈവമക്കളാകയാൽ അവർ കൂടി വരുമ്പോൾ ഓരോ വിശ്വാസിയിലും യേശു ക്രിസ്തു വസിക്കുന്നു എന്നാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. അതുപോലെ തന്നെ നാം വായിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുമാത്രവുമല്ല, ഓരോ വിശ്വാസിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ആ കാര്യം നാം കാണുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 6-19 വാക്യത്തിൽ അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ സഭ ഒന്നിച്ച് കൂടി വരുമ്പോൾ ആ കൂട്ടമെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെന്ന് 1 കൊരിന്ത്യർ 3-16 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ആകയാൽ ഈ പുതിയ നിയമ സഭാ കൂടിവരവുകൾ കൂടി വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ താല്പര്യം അനുസരിച്ചിട്ടുള്ള ഒരു കൂടിവരവ് അല്ല. അത് ദൈവം താൻ തന്നെ കൂട്ടിവരുത്തുന്ന ഒരു കൂടിവരവാണ് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ദൈവം താൻ തന്നെ കൂട്ടിവരുത്തുന്ന 7 കൂടിവരവുകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ആ കൂടിവരവുകളിൽ ഒന്നാമത്തേതാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടിവരുത്തുന്ന കൂടിവരവ്. വിശ്വാസികൾ കൂടി വരുന്നത് യഥാർത്ഥത്തിൽ ദൈവം അവരെ കൂട്ടിവരുത്തുകയാണ്. അങ്ങനെ ദൈവം കൂട്ടിവരുത്തുന്ന പുതിയ നിയമ സഭയ്ക്ക് 7 കൂടിവരവുകൾ ഉള്ളതായിട്ട് പുതിയ നിയമത്തിൽ കാണാം. ഒന്നാമത്തേതാണ് ഈ പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന കൂടിവരവ്, പ്രയർ മീറ്റിംഗ്. അപ്പോസ്തല പ്രവൃത്തി 4-31 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടി വന്നിരുന്ന സ്ഥലം കുലുങ്ങി. അവരിങ്ങനെ ഒന്നിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടി വന്നിരുന്ന സ്ഥലം കുലുങ്ങി. ഇവിടെ അവർ കൂടി വന്നിരുന്ന എന്ന ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഗ്രീക്കിൽ അവരെ കൂട്ടിവരുത്തിയ എന്നാണ്. അവരെ പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടിവരുത്തിയപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. സുനേഗ് മെനോയി, കൂട്ടിവരുത്തി. അവരെ കൂട്ടിവരുത്തിയ കൂട്ടമായിരുന്നു ആ പ്രാർത്ഥനായോഗം. അവരുടെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടോ ലീഡർ പറഞ്ഞിട്ടോ ഒന്നും കൂടി വന്നതല്ല. ദൈവത്താൽ തന്നെ അവരെ ദൈവം കൂട്ടിവരുത്തിയ കൂട്ടമായിരുന്നു ആ പ്രാർത്ഥനായോഗം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4-31 നാം കാണുന്നത്. അപ്പോൾ കൂട്ടിവരുത്തിയ കൂട്ടത്തിലിരുന്ന് അവരെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ കൂടി വന്നിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനായോഗം കൂട്ടിവരുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണത് കൂട്ടിവരുത്തുന്നത്. സഭ ക്രിസ്തുവിൻ്റെയാണ്. സഭാനാഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ എൻ്റെ സഭ എന്നുള്ളതാണ് കർത്താവിൻ്റെ വാക്ക്.
തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അത് തൻ്റേതാണ്. തൻ്റെ ഇഷ്ടമനുസരിച്ചവരെ കൂട്ടിവരുത്തുന്നു. അപ്പോൾ കൂടിവരവുകൾ, ദൈവസഭ, പുതിയ നിയമസഭ കൂടിവരുന്ന കൂട്ടങ്ങൾ, അത് യഥാർത്ഥത്തിൽ ദൈവം അവരെ കൂട്ടിവരുത്തുകയാണ്. ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ അവർ കൂടി വരികയാണ്. അങ്ങനെ 7 കൂടിവരവുകളുണ്ട് പുതിയ നിയമത്തിൽ. അതിലൊന്നാമത്തതാണ് നാം ഇത് കണ്ടത്, പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരിക. രണ്ടാമത് വേറൊരു വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അത് വചനം പഠിക്കുന്നതിന് കൂടി വരുന്ന കൂട്ടമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഇവിടെ അന്ത്യോക്യ സഭയിൽ ബഹുജനത്തെ വചനം പഠിപ്പിക്കുവാനായിട്ട് പൗലോസും ബർന്നബാസും 1 വർഷത്തോളവും സഭായോഗങ്ങളിൽ കൂടി വന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ സഭായോഗങ്ങളിൽ കൂടുകയും എന്ന് നാം ഇവിടെ വായിക്കുന്നു. സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അവിടെ സഭായോഗങ്ങളിൽ കൂടുകയും എന്നതിന് ഗ്രീക്കിൽ സുനാഖദിനായി, അതായത് കൂട്ടിവരുത്തപ്പെട്ടപ്പോൾ എന്നാണ്. അപ്പോൾ വചനം പഠിക്കുവാനായിട്ട് ദൈവജനത്തെ കൂട്ടിവരുത്തിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിനാൽ കൂട്ടിവരുത്തപ്പെട്ട ആ കൂട്ടത്തിലാണ് ബർന്നബാസും പൗലോസും ദൈവവചനം അവരെ പഠിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ദൈവമാണ് അത് കൂട്ടിവരുത്തിയത്. അപ്പോൾ രണ്ടാമത്തെ കൂടിവരവെന്ന് പറയുന്നത് വചനം പഠിക്കുവാനായിട്ട് സഭ ഒന്നിച്ച് കൂടി വരുന്നു. ഒന്നാമത്തത് പ്രാർത്ഥന, രണ്ടാമത് വചന പഠനം. ഇനി മൂന്നാമത് നാം കാണുന്നത് സാക്ഷിയോഗത്തിനായിട്ട് കൂടി വരുന്ന കൂട്ടമാണ്. അപ്പോസ്തല പ്രവൃത്തി 14-27 നാം വായിക്കുന്നു ഇങ്ങനെ, അവിടെ എത്തിയ ശേഷം സഭയെ ഒന്നിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്നു ചെയ്തത് ഒക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. ഇവിടെ പൗലോസും ബർന്നബാസും തങ്ങളുടെ ഒന്നാമത്തെ മിഷണറി യാത്രയ്ക്ക് പോയി, യാത്ര കഴിഞ്ഞ് മടങ്ങി അന്ത്യോക്യ സഭയിൽ തിരിച്ചെത്തി. അവരെ അന്ത്യോക്യ സഭയിൽ തിരിച്ചെത്തിയിട്ട് അവിടെയുള്ള വിശ്വാസികളെ ഒന്നിച്ച് കൂട്ടിവരുത്തി അവരോട് തങ്ങളുടെ സാക്ഷ്യം പറയുകയാണ്. തങ്ങൾ എങ്ങനെയാണ് ആ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയത്, എങ്ങനെയൊക്കെ ആയിരുന്നു അത് എന്നുള്ളത് വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭാംഗങ്ങളെ ഒന്നിച്ച് കൂട്ടിവരുത്തി അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അപ്പോസ്തല പ്രവൃത്തി 14-26 വാക്യം ആണ് ഗ്രീക്കിൽ അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ സഭയെ ഒരുമിച്ച് കൂട്ടി എന്ന് പറയുന്ന ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സുനഗോണ്ടസ്തീൻ എക്ലീസിയ എന്നാണ്. അതായത് എക്ലീസിയായെ ഒന്നിച്ച് കൂട്ടി വരുത്തപ്പെട്ടു എന്നാണ്. ആരാണ് കൂട്ടിവരുത്തിയത്? കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവമാണ് കൂട്ടിവരുത്തിയത്. സഭയെ ഒന്നിച്ച് കൂട്ടിവരുത്തി എന്നാണ്. അതായത് സാക്ഷ്യയോഗത്തിനായിട്ട് സഭയെ ഒന്നിച്ച് കൂട്ടിവരുത്തുന്നത് കർത്താവാണ്. കർത്താവിൻ്റെ ഇടപെടലാണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണത്. അതുകൊണ്ടാണ് അവരെ ഒന്നിച്ച് കൂട്ടിവരുത്തപ്പെട്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം മിക്കവാറും ഉള്ളതൊക്കെയും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ തർജ്ജിമയിൽ വരുമ്പോൾ പല വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് ഒറിജിനൽ ഭാഷയിൽ അത് വായിക്കുമ്പോൾ അവിടെ കൂട്ടി വരുത്തപ്പെട്ടു എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ അവർ തൻ്റെ ഇഷ്ടപ്രകാരം കൂടി, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ലീഡർ കൂട്ടിവരുത്തി എന്നല്ല. ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ അവർ ഒന്നിച്ച് കൂടി വന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ കൂട്ടം, മൂന്നാമത്തെ കൂടിവരവ് നാം കണ്ടത് സാക്ഷ്യയോഗത്തിനായിട്ട് കൂടി എന്നുള്ളതാണ്. ഇനി നാലാമത് മൂപ്പന്മാരുടെ കൂടിവരവാണ്, എൽഡേഴ്സ് മീറ്റിംഗ്. അപ്പോസ്തല പ്രവൃത്തി 15-6 അത് സംബന്ധിച്ച് നാം വായിക്കുന്നത്,
ഈ സംഗതികളെക്കുറിച്ച് വിചാരിക്കുവാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി വന്നു. അതായത് അതെഴുതിയിരിക്കുന്നത്, അക്കാലത്ത് യെരുശലേമിൽ നിന്നും ചില പരീശന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസികൾ അന്ത്യോക്യ സഭ സന്ദർശിക്കാനായിട്ട് ചെന്നു. അവർ അന്ത്യോക്യ സഭയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആ ജാതികളെ അന്ത്യോക്യ സഭയിൽ കൂടി വന്നിരിക്കുന്നത് കണ്ടപ്പോൾ സന്ദർശകരായിരിക്കുന്ന ഈ പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്നും വന്നിട്ടുള്ള, വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള, യെരുശലേമിൽ നിന്നും വന്ന സന്ദർശകരായിരിക്കുന്ന ആ വിശ്വാസികൾ അവരവരെ പ്രബോധിപ്പിച്ചു. അന്ത്യോക്യ സഭയിലുള്ള വിശ്വാസികളെ അവരോട് പറഞ്ഞു, നിങ്ങൾ ജാതികളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു. അപ്പോൾ മോശ കൽപ്പിച്ച പരിച്ഛേദന എന്ന ആചരണം നിങ്ങളും ഏൽക്കണം, അതനുസരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നാണ് അവർ പഠിപ്പിച്ചത്. ആ പഠിപ്പീരനുസരിച്ച് അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും അവരോട് വാദിച്ചു. അതങ്ങനെയല്ല, പുതിയ നിയമോപദേശമല്ലാതെ എന്ന് വാദിച്ചു. പക്ഷേ ആ വാദത്തിൽ ഒടുക്കം ഒന്നും എങ്ങും എത്തിച്ചേരാതെ അതൊരു തീരുമാനമാകാതെ പിരിഞ്ഞു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ചേർന്ന് യെരുശലേമിൽ പോയി. യെരുശലേമിലെ സഭയിൽ ചെന്ന് ഈ കാര്യം അവിടെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ചർച്ച ചെയ്ത് അതെന്താണ് ശരി, ഏതാണ് ശരി, ജാതികളും വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മോശ കൽപ്പിച്ച പരിച്ഛേദന ഏൽക്കണമോ വേണ്ടായോ എന്നുള്ള കാര്യം തീരുമാനിക്കുവാനായിട്ട് അവരെന്ത് ചെയ്തു? യെരുശലേമിൽ ചെന്നു. അവരെ ചെന്നപ്പോൾ ഈ സംഗതികളെക്കുറിച്ച് വിചാരിക്കുവാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി വന്നു. അപ്പോസ്തലപ്രവൃത്തി 15:6 അത് സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട്, ചർച്ച ചെയ്യുവാനായിട്ട് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി വന്നു. ആ കൂടി വന്നു എന്ന വാക്കിന് സുനേഗ് ദിനോൻ എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടിവരുത്തപ്പെട്ടു എന്നാണ്. അതായത് അവിടെ കൂട്ടിവരുത്തപ്പെട്ടു, ദൈവത്താൽ അത് കൂട്ടിവരുത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ സാരം. അപ്പോൾ അവിടെ മൂപ്പന്മാരുടെ ആ കൂടിവരവും അത് ദൈവത്താൽ കൂട്ടിവരുത്തപ്പെട്ട ഒരു കൂട്ടമായിരുന്നു. പ്രത്യേകാൽ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുവാനായിട്ട് ഉള്ള അവസരം വരുമ്പോൾ സഭയിലെ മൂപ്പന്മാർ ഒന്നിച്ച് കൂടി വരുന്ന ആ കൂട്ടം അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. അത് ദൈവമാണ് അത് കൂട്ടിവരുത്തുന്നത് എന്ന് ഇവിടെ വ്യക്തമാണ്. ഇനി 5ാമത്തെ കൂടിവരവെന്ന് പറയുന്നത് നാം കാണുന്നുണ്ട്. അത് വചനധ്യാനത്തിനാണ്. ബൈബിൾ സ്റ്റഡി, ബൈബിൾ ക്ലാസ് വേറെ, ബൈബിൾ സ്റ്റഡി വേറെ. ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്ത് പഠിക്കുന്നതാണ്. സംശയങ്ങൾ ചോദിച്ച് പറഞ്ഞും അതിൻ്റെ ഉത്തരം ലഭിച്ച് സംശയങ്ങൾ തീർത്ത് പോകുന്ന പഠന രീതിക്കാണ് അത് പറയുന്നത് വചന ധ്യാനം എന്ന് പറയുന്നത്, ബൈബിൾ സ്റ്റഡി. അങ്ങനെയുള്ള ഒരു കൂടിവരവ്, അതിനെക്കുറിച്ചാണ് നാം കാണുന്നത്. അത് അപ്പോസ്തലപ്രവൃത്തി 15:30 കാണാം. അവിടെ വായിക്കുന്നത്, അങ്ങനെ അവർ, അതായത് പൗലോസും ബർന്നബാസും യെരുശലേമിൽ നിന്ന് മടങ്ങി അന്ത്യോക്യയിലേക്ക് വരികയാണ്. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. ഇവിടെ അപ്പോസ്തലന്മാർ തീരുമാനിച്ച കാര്യം എഴുതി, ഒരു ചെറിയ കത്തായിട്ട് ലേഖനമായിട്ട് എഴുതി അത് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും കയ്യിൽ കൊടുത്തു. ആ അന്ത്യോക്യ സഭയിലെ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം തീരുമാനിച്ച് ആ ലേഖനം കൊടുത്തയക്കുകയാണ്. അങ്ങനെ അവർ ആ അന്ത്യോക്യയിൽ വന്നിട്ട് സഭയെ ഒന്നിച്ച് കൂട്ടിവരുത്തി ആ ലേഖനം കൊടുത്തു. ആ ലേഖനം എന്നിട്ട് അവിടെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുവാനായിട്ടാണ് അവരെ കൂട്ടിവരുത്തിയത്. അങ്ങനെ അവരെ ആ കൂട്ടിവരുത്തിയ ആ ഭാഗത്ത് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും പറഞ്ഞ ആലോചന അവരെ ധരിപ്പിക്കുകയാണ് അവിടെ വച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂട്ടിവരുത്തിയിട്ട് അവിടെയുള്ള
പ്രവാചകന്മാരായ യൂദായും ശീലാസും അവർ ആ ലേഖനം വായിച്ചിട്ട് അതിൽ നിന്ന് സഭാംഗങ്ങളെ പറഞ്ഞ് ഗ്രഹിപ്പിക്കുന്ന കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെയും ജനസമൂഹത്തെ കൂട്ടിവരുത്തി എന്ന് പറയുന്ന ആ ഭാഗത്ത് കൂട്ടിവരുത്തപ്പെട്ടു എന്നർത്ഥം വരുന്ന സുനാഗ് ഗോണ്ടസ് എന്ന വാക്കാണ്. ജനത്തെ കൂട്ടിവരുത്തി എന്നുള്ളത് കൂട്ടിവരുത്തപ്പെട്ടു എന്നാണ്. സുനാഗ് ഗോണ്ടസ് കൂട്ടിവരുത്തപ്പെട്ടു എന്നർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അവിടെയും ദൈവമാണത് കൂട്ടിവരുത്തിയത്, അല്ലാതെ മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അതാണ് 5-ാമത്തെ കൂടിവരവ്. ഇനി 6-ാമത്തെ കൂടിവരവ്. 6-ാമത്തെ കൂടിവരവ് കർത്തൃമേശയ്ക്കായിട്ട് കൂടി വരുന്ന കൂട്ടം ആണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് പറയുന്നു. ഇവിടെ കൂടി വന്നപ്പോൾ എന്ന ആ വാക്ക് ഗ്രീക്കിൽ സുനേഗ് മെനോൻ എന്നാണ്, അതായത് കൂട്ടി വരുത്തപ്പെട്ടപ്പോൾ എന്നാണ്. അപ്പോൾ അപ്പം നുറുക്കലിനായിട്ട് ആഴ്ചവട്ടം തോറും കൂടി വരുന്ന ആ കൂട്ടത്തെ കൂട്ടിവരുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലാതെ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, മനുഷ്യൻ്റെ ആലോചന പ്രകാരമല്ല ആ കൂടിവരവുണ്ടാകുന്നത്. അത് കർത്താവാണ് കൂട്ടിവരുത്തുന്നത് എന്ന് കാണാം. ഇനി ഒടുവിലായിട്ട് മറ്റൊരു കൂടിവരവിനെ കൂടെ പറഞ്ഞിട്ടുണ്ട്, 7-ാമത്തെ കൂടിവരവ്. അത് പാപം ചെയ്ത ഒരു വ്യക്തിയെ അവൻ കുറ്റക്കാരനാണെന്ന് സഭ വിധിക്കുവാൻ വേണ്ടി കൂടി വരുന്ന കൂട്ടത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്, കൊരിന്ത്യ ലേഖനത്തിലാണ്, 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലാണ്. അവിടെ പൗലോസ് പറയുന്ന വാക്കാണ്, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ, അതായത് പാപം ചെയ്തവനെ, അവൻ്റെ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, ആ പാപം ചെയ്തവൻ്റെ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ഇപ്പോൾ ഇവനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 5-4-5 വാക്യങ്ങൾ. ഇവിടെ അവർ ഒന്നിച്ചു കൂടി. ആരൊക്കെയാ ഒന്നിച്ചു കൂടിയത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോടുകൂടി ഒന്നിച്ച് കൂടിയിട്ട്, നിങ്ങളും എൻ്റെ ആത്മാവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് എന്നാണ് വായിക്കുന്നത്. ഇവിടെ ഒന്നിച്ച് കൂട്ടിയിട്ട് എന്ന വാക്കും അതേ വാക്കിന് ഇവിടെയും സുനേഗ് ദിൻഡോൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. അതുകൊണ്ട് അവരെ കൂട്ടി വരുത്തപ്പെട്ടു എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ അവരെ അങ്ങനെ ഒന്നിച്ച് കൂട്ടിവരുത്തപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ 7 കൂടിവരവുകളെക്കുറിച്ച് മാത്രമേ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആ 7 കൂടിവരവുകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം കൂട്ടിവരുത്തപ്പെട്ടു എന്ന വാക്കാണ് പ്രത്യേകാൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ കർത്തൃമേശയ്ക്കായിട്ട് കൂട്ടിവരുത്തുന്ന ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 17, 18, 20, 33, 34 എന്നീ 5 വാക്യങ്ങളിൽ അവിടെ എല്ലാ 5ഇടത്തും സുനേഗ് എന്ന ആ വാക്ക് കൂട്ടിവരുത്തപ്പെട്ടു എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം, അല്ലാതെ മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടത്തിലല്ല, ദൈവം തന്നെ അവരെ കൂട്ടിവരുത്തുന്നതാണ് എന്ന് കാണിക്കുകയാണ്. എന്നാൽ ഈ ആധുനിക കാലത്ത് മനുഷ്യരുടെ താല്പര്യപ്രകാരം അവരുടെ അഭിപ്രായപ്രകാരവും കൂടിവരുന്ന അനേക കൂടിവരവുകളുണ്ട്. യുവാക്കന്മാരുടെ കൂടിവരവ്, സ്ത്രീ സമാജം, അതുപോലെ മറ്റു പല കൂടിവരവുകൾ, ആ എന്തൊക്കെ മനസ്സിൽ വരുന്നവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കൂടിവരവുകളെക്കുറിച്ചുള്ള യാതൊരു പരാമർശവും പുതിയ നിയമത്തിൽ തന്നിട്ടില്ല.
പുതിയ നിയമത്തിലാകെ ഈ 7 കൂടിവരവുകളെക്കുറിച്ച് മാത്രമേ കൂട്ടി വരുത്തപ്പെട്ടു എന്ന് പറയുന്നുള്ളൂ. അതാണ് നാം ഇവിടെ കണ്ടത്. ഇനിയും അപ്പോൾ ചിലർ ചോദിക്കാം, ഏത് കൂടിവരവ് കൂടിയാലും അവിടെ കർത്താവ് അതിൻ്റെ മധ്യേ ഉണ്ടല്ലോ, അങ്ങനൊരു വാക്യമില്ലേ? 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 12:20. അപ്പോൾ ഏത് കൂടിവരവും കർത്താവിൻ്റെ നാമത്തിൽ കൂടിയാൽ അതിൻ്റെ മധ്യേ കർത്താവുണ്ടല്ലോ. കർത്താവുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് കൂടി വന്നാൽ എന്താണ്, ഏത് കൂട്ടമായാലും എന്നൊരു ആളുകൾ അഭിപ്രായം പറയാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ആ 2 3 പേർ എന്ന് പറയുന്നത് സഭായോഗത്തിന് കൂടി വരുന്ന കൂട്ടമല്ല. 2 3 പേർ എന്ന വേദപുസ്തകത്തിൽ എവിടെങ്കിലും കാണുന്നെങ്കിൽ അത് സാക്ഷികളെക്കുറിച്ച് മാത്രം പറയുന്നതാണ്. 2 3 പേർ അത് സാക്ഷികളായിട്ട് കൂടി വരുന്ന ആളുകളാണ്. പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരാളുടെ മേൽ ഒരു ചാർജ് ചെയ്താൽ, അല്ലെങ്കിൽ അവനെ കുറ്റാരോപിതൻ ആയാൽ അതിൻ്റെ സാക്ഷികളായിട്ട് 2 3 പേരുടെ വാമൊഴിയാൽ അല്ലാതെ അവൻ്റെ മേൽ ആക്ഷൻ എടുക്കുവാൻ പാടില്ല, അവനെ ശിക്ഷിക്കുവാൻ പാടില്ല. അതാണ് ന്യായപ്രമാണം പറയുന്നത്. അപ്പോൾ ആ 2 3 പേരെന്ന് പഴയ നിയമത്തിൽ പറയുന്നിടത്തെല്ലാം അതിൻ്റെ അർത്ഥം എന്താണ്? സാക്ഷികളെക്കുറിച്ച് പറയുന്നതാണ്, അല്ലാതെ വേറെ ആരെക്കുറിച്ചുമല്ല പറയുന്നത്. അതുതന്നെയാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നത്. അതായത് സഭയിൽ ഏതെങ്കിലും 2 സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർ തമ്മിൽ കാര്യം പറഞ്ഞ് തീർക്കണം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. മത്തായി 18:15. എന്നാൽ അവൻ നിന്നെ കൂട്ടാക്കുന്നില്ലെങ്കിൽ 2 3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. മത്തായി 18:16. അങ്ങനെ 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18:20. ഇവിടെ കൂടി വരുന്നത് ആ 2 3 പേർ കൂടി വരുന്നതും കർത്താവാണ് അവരെ 2 3 പേരെ കൂട്ടി വരുത്തുന്നത്. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് തന്നെയാണ്. സുനേഗ് മെനോയി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 2 3 പേരെ കൂട്ടിവരുത്തുന്നത് കർത്താവാണ്. പക്ഷേ അത് സഭായോഗമല്ല. അത് കൂട്ടിവരുത്തുന്നത് എന്തിനാണ്? ഒരുവൻ്റെ ഒരു പ്രശ്നം തീർക്കുവാൻ വേണ്ടി സാക്ഷികളായിട്ട് കൂട്ടിവരുത്തുന്ന ആളുകളാണ്. അങ്ങനെ അവരെയാണ് കൂട്ടിവരുത്തുന്നത്, സഭാ കൂടിവരവല്ല. ഇങ്ങനെ 2 പേർ തമ്മിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. അവിടെ വച്ച് കാര്യം പറഞ്ഞ് തീർത്ത് അന്യോന്യം ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് ക്ഷമിക്കും എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. അല്ലാതെ ഇഷ്ടമുള്ളപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് 2 പേർ കൂടി വന്നാൽ കർത്താവ് അവരുടെ മധ്യേ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ആ വാക്കുപയോഗിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ക്ഷമിക്കപ്പെടാത്തത് സ്വർഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. 2 3 പേർ എന്ന് കാണുമ്പോഴൊക്കെയും അതിൻ്റെ അർത്ഥം എന്താണ്? സാക്ഷികൾ ആണവർ. സാക്ഷികളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ തമ്മിൽ പറഞ്ഞ് അന്യോന്യം ക്ഷമിക്കണം, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ആ കാര്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. അതിൻ്റെ മധ്യേ കർത്താവുണ്ട്, കർത്താവ് അത് കേൾക്കും, ആ പ്രാർത്ഥന കേൾക്കും. അതാണ്. ഉദാഹരണത്തിന് പലതുണ്ട്. അബ്രഹാമും ഗെരാർ രാജാവും തമ്മിലൊരു പ്രശ്നമുണ്ടായി. ഗെരാർ രാജാവ് അവനും അവൻ്റെ ദേശത്തുള്ളവർക്കും എല്ലാം ബാധിച്ച രോഗം. അവനോട് ദൈവം പറഞ്ഞു, നീ മരിക്കും. അപ്പോൾ അവന് ദൈവസന്നിധിയിൽ താണു. അപ്പോൾ ഗെരാർ രാജാവിനോട് കർത്താവ് സ്വപ്നത്തിൽ പറഞ്ഞു, നീ അബ്രഹാമിനോട് ചെന്ന് പറയുക, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവനൊരു പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
അങ്ങനെ അവൻ നിനക്കായി പ്രാർത്ഥിച്ചാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും, നീ മരിക്കയില്ല. അങ്ങനെ അബ്രഹാം എന്തു ചെയ്തു? ഗെരാർ രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം അവനോട് ക്ഷമിച്ചു എന്നാണ്. അപ്പോഴാണ് കർത്താവ് ഗെരാർ രാജാവിനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ദേശത്തിനും സൗഖ്യം വരുത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊരു ഉദാഹരണമാണ് ഇയ്യോബും അവൻ്റെ സ്നേഹിതന്മാരും. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞതൊന്നും ദൈവഹിതപ്രകാരമുള്ളതല്ലായിരുന്നു. എനിക്ക് വിഹിതമല്ലാത്തത് അവർ സംസാരിച്ചിരിക്കുന്നു എന്നാണ് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെക്കുറിച്ച് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവരുടെ മൂഢതയ്ക്ക് തക്കവണ്ണം അവരോട് ചെയ്യാതിരിക്കേണ്ടതിന് ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മാത്രമല്ല അവൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കുകയും ചെയ്തു, അവൻ്റെ സ്നേഹിതന്മാരോട്. ഇങ്ങനെ കൂട്ടുകാരൻ അന്യോന്യം അവർ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന പക്ഷം ദൈവവും അവരോട് ക്ഷമിക്കും എന്നാണ് പറയുന്നതിൻ്റെ സാരം. ഒരു ദിവസത്തിൽ ഒരാൾ സഹോദരനോട് പിഴച്ചാൽ അവനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്നുള്ള പത്രോസിൻ്റെ ചോദ്യത്തിന് ഉത്തരം കർത്താവ് പറഞ്ഞത് 770 വട്ടം ഒരു ദിവസം ക്ഷമിക്കണം എന്നാണ്. 770 വട്ടം എന്ന് പറഞ്ഞാൽ 7 ഗുണം 70, 70 ഗുണം 7, 490 പ്രാവശ്യം ഒരു ദിവസം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാതിരിക്കാൻ ഒക്കുമോ ആർക്കെങ്കിലും? അത് ക്ഷമിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് 2 വിധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. നാം ഒന്നാമതായിട്ട് ചിന്തിച്ചത് പ്രാർത്ഥനാ കൂടിവരവാണല്ലോ, അത് കർത്താവാണ് കൂട്ടിവരുത്തുന്നത്. ആ പ്രാർത്ഥനാ കൂടിവരവിൽ 2 വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തേത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്, രണ്ടാമത്തേത് പൊതുവിലുള്ള പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നാം തിരുവചനം പരിശോധിക്കുമ്പോൾ അനേക ആളുകൾ ദൈവത്തോട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലുമുണ്ട്. അത് പലരും ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അവർക്ക് ഉത്തരം ലഭിച്ചതും നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, നോഹ, മനോഹ, ശിംഷോൻ, ശമൂവേൽ, ശലോമോൻ, ഏലിയാവ്, എലിശ, ഇസ്കിയാവ്, നെഹമ്യാവ്, ദാവീദ്, ദാനിയേല്, യോന എന്നിങ്ങനെ അനേക ആളുകൾ പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ വെച്ചാണ് കർത്താവ് ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നത് ജനത്തോട്. അവരോട് പറഞ്ഞത്, യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും, അന്വേഷിക്കുവീൻ എന്നാൽ കണ്ടെത്തും. എന്നിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായിട്ട് കൊടുക്കും, അഥവാ എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക, നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ആദ്യമായിട്ട് ദൈവം തന്ന ദാനം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നാം ദൈവത്തോട് യാചിക്കുന്നതൊക്കെയും അത് ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ ദൈവം അത് നമുക്ക് തരും എന്നുള്ളതാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയെല്ലാം രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, അറയിൽ കിടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ പ്രാർത്ഥന അത് ഏകാഗ്രമായിരിക്കണം, വളരെ ഭക്തിയോടുകൂടിയതായിരിക്കണം, കണ്ണുനീരോടുകൂടിയായിരിക്കണം എന്നൊക്കെയുള്ള മാതൃകകൾ നമുക്ക് പുതിയ നിയമത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഏകാഗ്രത കിട്ടേണ്ടതിന് ഏകാന്തത ആവശ്യമാണ്, മുറിയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ
പ്രാർത്ഥനകൾ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ, അത് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം, രാത്രി മുഴുവൻ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതവരുടെ അവകാശമാണ്. എന്നാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചില്ല എന്ന് വരാം. അതിന് ഒരു ഉദാഹരണമാണ് പൗലോസ് തൻ്റെ ദേഹത്ത് തനിക്ക് ഒരു ശൂലമുണ്ടായിരുന്നു, തൻ്റെ ജഡത്തിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു. അത് തന്നെ കൂടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ശരീരത്തിൽ. അതെന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല, എന്നാൽ ഊഹങ്ങൾ ഉണ്ട് അതെന്തായിരിക്കുമെന്ന്. അത് ഒരുപക്ഷെ തൻ്റെ കണ്ണ ആയിരിക്കണം, കണ്ണിൻ്റെ ഈർഷ്യയായിരുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ കണ്ണെനിക്ക് ചൂഴ്ന്ന് എടുത്ത് തരുവാനും നിങ്ങൾക്ക് മടിയില്ലായിരുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് ഉണ്ടായ ആ ശൂലം അത് മാറിക്കിട്ടുവാനായിട്ട് 3 പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിച്ചു, പക്ഷേ ലഭിച്ചില്ല. അതിന് പകരം എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്, അത് മതി എന്നാണ് കർത്താവ് പറഞ്ഞത്. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയില്ല. മോശ 2-3 വട്ടം പറഞ്ഞു, എന്നെ ആ കനാൻ ദേശത്തേക്കൊന്ന് വിടണം, എനിക്കവിടെ നിന്ന് പോയി കാണണം, അത്രയും മാത്രം മതി, എനിക്കവിടെ കയറി അവിടെ എല്ലാം ഒന്ന് കണ്ടാൽ മാത്രം മതി. 3-ാം പ്രാവശ്യം മോശ ദൈവത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ, ഇനി മേലാൽ നീ മിണ്ടിപ്പോകരുതെന്നാണ് പറഞ്ഞത്. ഇനി ഈ കാര്യം എന്നോട് സംസാരിക്കരുത്, നീ അവിടെ പോവുകയില്ല. ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങൾ ചില കാര്യത്തിലുണ്ടായിരിക്കും. അതിനെ നമ്മൾ അതിര് കടന്ന് അത് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തരികയില്ല. അത് ദൈവഹിതമല്ല, അതുകൊണ്ടാണ് തരാത്തത്. അതായിരുന്നു ഇവിടെ പൗലോസിൻ്റെ ആ ശൂലത്തെ സംബന്ധിച്ചും നാം വായിക്കുന്നത്. ഇസ്രായേൽ ജനം അവർക്കൊരു രാജാവിനെ വേണമെന്ന് അവർ പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കും ഒരു രാജാവിനെ തരണം, ഞങ്ങൾക്കും വേണം. നിങ്ങൾക്ക് രാജാവിനെ ആവശ്യമില്ല എന്ന് ശമൂവേൽ അവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവർ കേട്ടില്ല. ഒടുക്കം ദൈവം തൻ്റെ കോപത്തിൽ അവർക്കൊരു രാജാവിനെ കൊടുത്തു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ ദൈവഹിതപ്രകാരമല്ലാത്ത പല പ്രാർത്ഥനകൾക്കും അത് ദൈവം ചിലപ്പോൾ തന്നില്ല എന്ന് വരാം. അവിടെയാണ് എൻ്റെ കൃപ നിനക്ക് മതി, അത് നിൻ്റെ ബലഹീനതയിൽ അപ്പുറമായിട്ട് നിന്നെ ശക്തിപ്പെടുത്തുവാൻ മതിയായതാണ് ആ കൃപ എന്നാണ് ദൈവം പറയുന്നത്. കർത്താവ് പഠിപ്പിച്ച നിലയിലുള്ള അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ പലതും കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് പറയുവാൻ സമയമില്ല. അത് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പൗലോസ് സഭകൾക്കായിട്ട് ഇടപെടാതെ പ്രാർത്ഥിച്ചു, പിതാവിൻ്റെ സന്നദ്ധിയിൽ അവർക്കായി മുട്ടുകുത്തി. പൗലോസ് വ്യക്തികൾക്കും സഭകൾക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. അതാണ് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, മനുഷ്യരുടെ മുമ്പിൽ കാണിക്കേണ്ടതിന്, മുഖസ്തുതി പറയേണ്ടതിന്, സാഹിത്യ രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതിന്, നീട്ടി പ്രാർത്ഥിക്കേണ്ടതിന് തുനിയരുത്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയായിരുന്നു അവരെ ചെയ്തു വന്നിരുന്നത്. പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദീർഘമായിട്ട് പ്രാർത്ഥിക്കരുത്. കാരണം ദീർഘമായിട്ട് പ്രാർത്ഥിച്ചാൽ ഏകാഗ്രത നഷ്ടപ്പെടും. കേട്ടിരിക്കുന്ന ആളുകൾ ആ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ അതേ പ്രാർത്ഥന തന്നെ ഏകമനസ്സോടുകൂടി ഏകാഗ്രതയോടുകൂടി അവരും മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ച് ഏകമനസ്സോടുകൂടി ഏകാഗ്ര ചിന്തയോടുകൂടി ആണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ദീർഘിച്ചു പോയാൽ കേട്ടിരിക്കുന്നവരുടെ ഏകാഗ്രത നഷ്ടപ്പെടും. അവർക്ക് ശരിയായ നിലയിൽ ആമേൻ പറയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പരസ്യമായ പ്രാർത്ഥന ദീർഘിച്ചു പോകരുത്. എത്ര മിനിറ്റ് പ്രാർത്ഥിക്കാം?
തിരുവെഴുത്തിൽ പല പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ദിവസത്തിൽ ശലോമോൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ദീർഘമായ പ്രാർത്ഥന. ദേവാലയ പ്രതിഷ്ഠ ദിവസത്തിൽ 1 രാജാക്കന്മാർ 8:23 മുതൽ 53 വരെയുള്ള ആ വാക്യങ്ങൾ ആ പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ 2 ദിനവൃത്താന്തം 6:14 മുതൽ 42 വരെയുള്ള ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയൊന്ന് വായിച്ചു നോക്കാം. സാധാരണഗതിയിൽ പറയുന്നത് പോലെ അതിനാകെ 5 മിനിറ്റേ എടുക്കുകയുള്ളൂ. അപ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദീർഘമായ ഏറ്റവും വലിയ പ്രാർത്ഥന, അതിൻ്റെ സമയം 5 മിനിറ്റായിരുന്നു. ഇനി നോക്ക്, രണ്ടാമത്തെ പ്രാർത്ഥന യശ്രാ ശാസ്ത്രി ജനത്തെയെല്ലാം കൂട്ടിവരുത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന യസ്രാ 9:6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. അതിന് കേവലം 2 മിനിറ്റേ എടുത്തുള്ളൂ. എല്ലാ കൂട്ടവും ഇസ്രായേലിൻ്റെ സകല ആളുകളെയും കൂട്ടിവരുത്തി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കേവലം 2 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ദാനിയേലിൻ്റെ ദീർഘമായ ഒരു പ്രാർത്ഥന ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ദാനിയേൽ 9:3 മുതൽ 19 വരെയുള്ള ഭാഗത്താണ്. ആ പ്രാർത്ഥനയ്ക്ക് ആകെ എടുത്ത സമയം 3 മിനിറ്റാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദീർഘമായ ഒരു പ്രാർത്ഥനയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥന ചെയ്തത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ അത് ആ അധ്യായത്തിൻ്റെ ഒടുവ് വരെയുള്ള 26-ാം വാക്യം വരെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കും അത് വായിച്ചാൽ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിലെ പരസ്യ പ്രാർത്ഥനകൾ ഏറ്റവും ദീർഘമായി പ്രാർത്ഥിച്ച ശലോമോൻ്റെ പ്രാർത്ഥന പോലും 5 മിനിറ്റേ എടുത്തുള്ളൂ. കർത്താവ് ശിഷ്യന്മാർക്കെടുത്ത ദീർഘമായ പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയ്ക്ക് 3 മിനിറ്റേ ഉള്ളൂ. പിന്നെ സാധാരണയുള്ള മറ്റുള്ളവരുടെ പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം. ഏലിയാവ് ആകാശത്തുനിന്ന് തീയിറക്കേണ്ടതിന് പ്രാർത്ഥിച്ച പ്രാർത്ഥന 1 മിനിറ്റ് പോലും എടുത്തില്ല, അതിലും കുറവായിരുന്നു. അപ്പോൾ പരസ്യമായ പ്രാർത്ഥന നാം ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് ചുരുക്കമായിരിക്കണം. ചിലരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ 10-15 മിനിറ്റൊക്കെ എടുത്തു കളയും. അപ്പോഴത്തേക്ക് കേട്ടിരിക്കുന്നവർ ഉറങ്ങിപ്പോകും. ചിലരെ യാത്ര അയക്കാൻ നേരത്തെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിനും പ്ലെയിനും പോയാലും പ്രാർത്ഥന നിർത്തുകയില്ല. പോകേണ്ട കാര്യം ആ വിഷയം തന്നെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ ആ സമയത്ത് ലോകമുള്ള മുഴുവനുള്ള കാര്യങ്ങളെ എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സന്ദർഭോചിതമായിട്ട് പരസ്യമായ പ്രാർത്ഥന ഏറ്റവും ചുരുങ്ങിയിരിക്കണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നാം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനമെന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്. ജൽപ്പനം ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് വെറും മീനിങ്ലെസ് റിപ്പീറ്റേഷനാണത്. ജാതികളെന്താ പറയുന്നത്? ഞങ്ങളോട് കരുണ തോന്നണമേ, തരണമേ, 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 വരണമേ, ഇങ്ങനെയുള്ള പ്രാർത്ഥന, ജൽപ്പനം. ബാലിൻ്റെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. ബാലേ ഉത്തരമരളയണമേ, ഉത്തരമരളയണമേ എന്നു മുതൽ രാവിലെ മുതൽ ഉച്ചവരെ പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ജൽപ്പനം എന്ന് പറയുന്നത്. അർത്ഥമില്ലാത്ത ജൽപ്പനം, റിപ്പീറ്റേഷനാണത്. അത് പാടില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആ കാര്യങ്ങൾ ഒക്കെയുണ്ട്. ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, നമ്മുടെ ആരാധനയാകട്ടെ, നമ്മുടെ കൂടിവരവുകളാകട്ടെ, സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും അവനിലൂടെയും മാത്രമേ പിതാവിൻ്റെ സന്നദ്ധിയിൽ എത്തുന്നുള്ളൂ. അല്ലാത്തതൊന്നും ദൈവസന്നദ്ധിയിൽ എത്തുന്നതല്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതൻ്റെ കയ്യിൽ കൂടിയാണ് ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുന്നത്.
ഇനി പ്രാർത്ഥിക്കുന്നതിന് വല്ല നിബന്ധനയോ ഓർഡറോ വല്ല റെഗുലേഷനോ മറ്റോ ഉണ്ടോ? വല്ല ലോ ആൻഡ് റെഗുലേഷൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്നത് ഏത് ഭാഷയിലായാലും ഏത് നിലയിലായാലും ഒരു ശിശു തൻ്റെ അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയുന്നത് പോലെ അവൻ്റെ ഏറ്റവും ലളിതമായ നിലയിൽ പ്രാർത്ഥിക്കാം. നീ പ്രാർത്ഥിച്ച വാചകം മോശമായി പോയി എന്നൊന്നും പറയുവാൻ കഴിയുന്നതല്ല. അതിന് യാതൊരു നിബന്ധനയുമില്ല. പൗലോസ് പറയുന്നു, വേണ്ട പോലെ പ്രാർത്ഥിപ്പാൻ നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ പൗലോസിന് പോലും അറിയയില്ല. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്കെവിടെ അറിയാനാണത്? അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആർക്കും അറിയയില്ല. അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന അങ്ങനെ തെറ്റായിപ്പോയി, അങ്ങനല്ല ഇങ്ങനല്ല എന്ന് ആർക്കും ഒരു കുറ്റവും ചുമത്തുവാൻ കഴിയുന്നതല്ല. അത് വേണ്ട നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉച്ചരിക്കാത്ത ഞരക്കങ്ങളാൽ അത് ദൈവത്തോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കും. ആ അപേക്ഷ പരിശുദ്ധാത്മാവ് തന്നെ അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് മധ്യസ്ഥനായിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ശരിയായ നിലയിൽ നാം വിട്ടുപോയ കാര്യങ്ങൾ ഉച്ചരിക്കാത്ത ഞരക്കങ്ങളോടുകൂടി ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കുന്നു. അതും കൂടാതെ ആ പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നാണ്. പുരോഹിതൻ്റെ കയ്യിൽ കൂടി ധൂപം ഉയർന്നു പോകുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ സകല കുറവുകളും പരിഹരിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എത്തുന്നത്. അതുകൊണ്ട് നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള റൂളും ചട്ടവും ഒന്നും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ലളിതമായ നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. ഏത് പ്രാർത്ഥനയും കർത്താവിൻ്റെ നാമത്തിൽ ആയിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാത്ത ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ചെല്ലുന്നതല്ല. കർത്താവിൻ്റെ സകലതും നിങ്ങൾ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തും കൊണ്ടിരിപ്പീൻ എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് നാം വായിക്കുന്നുണ്ട്, അവൻ അഥവാ ക്രിസ്തു അതുകൊണ്ട് അവൻ മുഖാന്തരം അഥവാ ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ അഥവാ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് അത് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ നാമം ആണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ കൂടാതെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനെ പിരിഞ്ഞ് അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു കാര്യത്തും ചെറുതും വലുതുമായ ഒരൊറ്റ കാര്യം പോലും കർത്താവിനെ കൂടാതെ ശിഷ്യന്മാർക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല. കർത്താവിനെ കൂടാതെ മീൻ പിടിക്കാൻ പോയി, ഒരു മീനും കിട്ടിയില്ല. കർത്താവിനെ കൂടാതെ അവർ ചെയ്തതൊക്കെയും നഷ്ടമായി. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളവും നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പോകരുത്, നിങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി, കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാതെ പോകരുത്. അതുകൊണ്ട് സകലതും കർത്താവായ യേശുക്രിസ്തുവിലാണ് ചെയ്യേണ്ടത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹത്തെ കീഴടക്കുവാൻ നമുക്കെപ്പോഴും പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പ്രാർത്ഥനായോഗം കൂട്ടിവരുത്തുന്നതാണ്, അത് ദൈവമാണ് കൂട്ടിവരുത്തുന്നത്. അങ്ങനെ കൂട്ടിവരുത്തുന്ന ഈ പ്രാർത്ഥനായോഗത്തിൽ നിങ്ങൾ രണ്ടുപേർ ഐകമത്യത്തോടെ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏകാഗ്രത ഉള്ളവരായി ഏകാഗ്ര ചിന്തയോടെ ഏകമനസ്സോടുകൂടി
ജാഗ്രതയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയും അവൻ സ്വീകരിക്കും. അതാണ് പ്രാർത്ഥനയെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ദൈവം കൂട്ടിവരുത്തുന്ന കൂടിവരവാണ്. സുനേഗ് മെനോൻ, കൂട്ടിവരുത്തപ്പെടുന്നു എന്നാണ് എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.